നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 4ാമത്തെ യൂണിറ്റായ റെസിപ്രോക്കൽസിലെ പേജ് നമ്പർ 64 ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സുമ ഹാസ് 16 rupees വിത്ത് ഹർ. സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്. സഫീർ ഹാസ് 4 rupees. എന്നാൽ സഫീറിൻ്റെ കയ്യിൽ 4 രൂപയുമുണ്ട്. വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? സുമയുടെ കയ്യിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ് സഫീറിൻ്റെ കയ്യിലുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്? സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എത്ര ഭാഗമാണ്, എത്ര മടങ്ങാണ്, അല്ലെങ്കിൽ എത്ര ടൈംസ്, എത്ര പാർട്ട്. ഈ 2 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്കിവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ അതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ടൈംസ് അല്ലെങ്കിൽ മടങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ലാർജർ നമ്പറിനെ സ്മാളർ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആ സുമയുടെയും സബീറിൻ്റെയും കയ്യിലുള്ള പൈസയാണ് അല്ലേ. അപ്പോൾ സുമയുടെ കയ്യിൽ 16 രൂപയും സഫീറിൻ്റെ കയ്യിൽ 4 രൂപയുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ലാർജർ നമ്പർ 16, സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 4 ആണല്ലോ. ഇനി പാർട്ടാണ് അല്ലെങ്കിൽ ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് സ്മാളർ നമ്പറിനെ ലാർജർ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്മാളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ. മനസ്സിലായോ? ടൈംസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ. പാർട്ടാണെങ്കിൽ സ്മോളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ. ഇപ്പോൾ മടങ്ങാണെങ്കിൽ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ, ഭാഗമാണെങ്കിൽ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ. ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന അതായത് ഈ ഒരു പേജ് നമ്പർ 64 എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നോക്കിയോളൂ. സുമ ഹാസ് 16 rupees. സുമയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 16 രൂപയുണ്ട്. സഫീർ ഹാസ് 4 rupees. സഫീറിൻ്റെ കയ്യിലാണെങ്കിൽ 4 രൂപയാണ് ഉള്ളത്. വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? അതായത് ഇവിടെ പാർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി അല്ലേ. സുമയുടെ കൈവശമുള്ളതിൻ്റെ എത്ര പാർട്ട് മണിയാണ് സഫീറിൻ്റെ കൈവശമുള്ളത്? അപ്പോൾ ഇവിടെ പാർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ സ്മോളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ. ഇവിടെ സഫീറിൻ്റെ കയ്യിലുള്ളതാണ് ചെറിയ നമ്പർ അല്ലേ, ചെറിയ എമൗണ്ട്. അപ്പോൾ അത് 4. അപ്പോൾ 4 ബൈ സുമയുടെ കയ്യിലുള്ളതാണ് വലിയ എമൗണ്ട്. അപ്പോൾ 4 ബൈ 16. സുമയുടെ കയ്യിലുള്ളത് 16ഉം സഫീറിൻ്റെ കയ്യിലുള്ളത് 4ഉമാണ്, 4 ആണ്. അപ്പോൾ 4 ബൈ 16 ചെയ്യണം. ഇനി 4 ബൈ 16 എങ്ങനെ ചെയ്യാം? 4 ബൈ 16 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയായിരിക്കും. എന്നാലും ജസ്റ്റ് 4ന് നമുക്ക് 1 into 4 എന്ന് എഴുതാം. 16ന് 4 into 4 എന്ന് എഴുതാം. അപ്പോൾ ഈ 4ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയുണ്ട്? 1/4 ആണല്ലോ. അപ്പോൾ 4 ബൈ 16 എത്രയാണ്? 1/4. അപ്പോൾ നമ്മൾ എന്താണ്, വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ എന്നുള്ളതിൻ്റെ ആൻസർ 1/4 എന്ന് കിട്ടി. അപ്പോൾ നമുക്കതങ്ങനെ എഴുതാം. 1/4 പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാസ്. സഫീറിൻ്റെ കയ്യിൽ സുമയുടെ കയ്യിലുള്ളതിൻ്റെ 4/1 പാർട്ടാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാസ്? സുമയുടെ കൈവശമുള്ളത് സഫീറിൻ്റെ കൈവശമുള്ളതിൻ്റെ എത്ര മടങ്ങ് പണമാണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സഫീറിൻ്റെ കൈവശമുള്ളതിൻ്റെ എത്ര മടങ്ങ് പണമാണ് സുമയുടെ കൈവശമുള്ളത്? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഹൗ മെനി ടൈംസ് അല്ലേ, എത്ര ടൈംസ്, എത്ര മടങ്ങ് എന്നുള്ളതാണ്. അപ്പോൾ ടൈംസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ സ്മാളർ നമ്പറാണ് ചെയ്യേണ്ടത് അല്ലേ. വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. അപ്പോൾ ഇവിടെ നോക്കോളൂ, ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത് സുമയുടെ കൈവശമുള്ള മണി 16 അല്ലേ, സുമാസ് മണി ഡിവൈഡഡ് ബൈ, പിന്നെ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ സഫീറിൻ്റെ കൈവശമുള്ളത്, അപ്പോൾ സഫീസ് മണി, സഫീറിൻ്റെ കൈവശമുള്ള മണി, അപ്പോൾ ഡിവൈഡഡ് ബൈ സഫീസ് മണി. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 4 ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 16 ഡിവൈഡഡ് ബൈ 4 ആണ്. നമുക്ക് 16നെ എങ്ങനെ എഴുതാം? 4 into 4 ആണല്ലോ 16. ഇത് 1 into 4 ആണല്ലോ. ഈ 4ഉം ക്യാൻസലായിപ്പോയി. ബാക്കി 4/1 എന്ന് വരും. 4/1നെ നമുക്ക് 4 എന്ന് എഴുതാം. കണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാസ്? എത്രയാണ്? 4 ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം?
4 times the Safir's money does സുമ has അല്ലേ? സഫീറിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ 4 മടങ്ങ് പണം ആരുടെ കയ്യിലുണ്ട്? സുമയുടെ കയ്യിലുണ്ട്. സഫീറിൻ്റെ കയ്യിൽ എത്ര ഉണ്ടോ പണം അതിൻ്റെ 4 മടങ്ങ് സുമയുടെ കൈവശമുണ്ട്. ഇതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. നോക്കിയോളൂ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്. മടങ്ങെന്ന് വെച്ചാൽ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ, ഭാഗം എന്ന് വെച്ചാൽ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ. നോക്കിയോളൂ, സുമയുടെ കൈവശം എത്ര രൂപയുണ്ട്? 16 രൂപയുണ്ട്. സഫീറിൻ്റെ കൈവശം 4 രൂപയുണ്ട്. ഇനി സുമയുടെ കയ്യിലുള്ള പണത്തിൻ്റെ എത്ര ഭാഗമാണ് സബീറിൻ്റെ കയ്യിലുള്ളത്? അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതണം? ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ. സഫീറിൻ്റെ കയ്യിലുള്ള പണം ഡിവൈഡഡ് ബൈ സുമയുടെ കയ്യിലുള്ള പണം. സഫീറിൻ്റെ കൈവശമുള്ള പണം എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ സുമയുടെ കൈവശമുള്ള പണം എത്രയാണ്? 16. അപ്പോൾ 4/16. 4/16 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും. 4/16 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയായിരിക്കും. എന്നാലും ജസ്റ്റ് 4 നമുക്ക് 1 × 4 എന്ന് എഴുതാം. 16 4 × 4 എന്ന് എഴുതാം. അപ്പോൾ ഈ 4ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയുണ്ട്? 1/4 ആണല്ലോ. അപ്പോൾ 4/16 എത്രയാണ്? 1/4. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? സുമയുടെ കയ്യിലുള്ള പണത്തിൻ്റെ 4/1 ഭാഗം സബീറിൻ്റെ കൈവശമുണ്ട്. സുമയുടെ കയ്യിൽ എത്ര പണമുണ്ടോ അതിൻ്റെ 4/1 ഭാഗം പണമേ ആരുടെ കൈവശമുള്ളൂ? സഫീറിൻ്റെ കൈവശമുള്ളൂ. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങ് പണമാണ് സുമയുടെ കയ്യിലുള്ളത്? സഫീറിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളതെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ മടങ്ങാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? മടങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വലിയ സംഖ്യ എത്രയാണ്? 16. ചെറിയ സംഖ്യ 4ആണ്. അതായത് 16 എന്ന് പറഞ്ഞാൽ സുമയുടെ കയ്യിലുള്ള പണം 16 ഡിവൈഡഡ് ബൈ പിന്നെ 4 എന്ന് പറഞ്ഞാൽ സഫീറിൻ്റെ കയ്യിലുള്ള പണം. അപ്പോൾ 4. അപ്പോൾ 16/4 എന്ന് വരും. 16ഉം 4ഉം തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 16 ഡിവൈഡഡ് ബൈ 4 ആണ്. നമുക്ക് 16 എങ്ങനെ എഴുതാം? 4 × 4 ആണല്ലോ 16. ഇത് 1 × 4 ആണല്ലോ. ഈ 4ഉം ക്യാൻസലായിപ്പോയി. ബാക്കി 4/1 എന്ന് വരും. 4/1 നമുക്ക് 4 എന്ന് എഴുതാം. കണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടി. അത് നമുക്ക് എങ്ങനെ എഴുതാം? സഫീറിൻ്റെ കൈവശമുള്ളതിൻ്റെ 4 മടങ്ങ് പണം ആരുടെ കയ്യിലുണ്ട്? സുമയുടെ കയ്യിലുണ്ട്. സഫീറിൻ്റെ കൈവശമുള്ള പണം എത്രയാണോ അതിൻ്റെ 4 മടങ്ങ് പണം സുമയുടെ കയ്യിലുണ്ട്. ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയോളൂ. എ ലാർജ് ബാഗ് കണ്ടെയ്ൻസ് 9 kilograms ഓഫ് ഷുഗർ. ഒരു വലിയ ബാഗുണ്ട്, അതിൻ്റെ അകത്ത് 9 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. എ സ്മാൾ ബാഗ് കണ്ടെയ്ൻസ് 6 kilograms. ഒരു ചെറിയ സഞ്ചിയുണ്ട്, അതിൻ്റെ അകത്ത് 6 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്? ചെറിയ സഞ്ചിയിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്? ചെറിയ സഞ്ചിയിലുള്ള പഞ്ചസാരയുടെ എത്ര മടങ്ങ് അളവിലുള്ള പഞ്ചസാരയാണ് വലിയ സഞ്ചിയിലുള്ളത്? അപ്പം മടങ്ങാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത്തെ നോക്കിയോളൂ. ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്? വലിയ സഞ്ചിയിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത്? അപ്പോൾ സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പാർട്ടും, ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടൈംസും. അല്ലെങ്കിൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മടങ്ങും, രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് എത്ര ഭാഗം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളിതായ ഒരു ഇക്വേഷൻ മനസ്സിൽ വെച്ചേക്കാം. ടൈംസ് ലാർജർ നമ്പർ ബൈ സ്മോളർ നമ്പർ, പാർട്ടാകുമ്പോൾ സ്മോളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ. അല്ലെങ്കിൽ മടങ്ങ് എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ, ഭാഗം എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ. ആൻസർ നോക്കിയോളൂ. ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ലാർജർ ബാഗിലുള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 9 കിലോഗ്രാം. ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ സ്മോളർ ബാഗ്, ചെറിയ ബാഗിലുള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 6 കിലോഗ്രാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെന്ന് പറയുന്നത് ടൈംസ് ആണ് അല്ലേ? ടൈംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ടൈംസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പർ ലാർജ് നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ അല്ലേ? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ്. അതായത് വലിയ സഞ്ചിയിലുള്ള ഷുഗറിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ ചെറിയ സഞ്ചിയിലുള്ള ഷുഗറിൻ്റെ അളവ്. അപ്പോൾ വലിയ സഞ്ചിയിലുള്ള ഷുഗറിൻ്റെ അളവ് എത്രയാണ്? 9/6. അത് ചെറിയ സഞ്ചിയിലുള്ളത്. അപ്പോൾ ചെയ്യുമ്പോൾ
9/6 ആണല്ലോ ചെയ്യാനുള്ളത്. 9ൻ്റെ നമുക്ക് 3 × 3, ഡൗട്ടില്ലല്ലോ. അടുത്ത 6നെ നമുക്ക് 2 × 3, ഡൗട്ടില്ലല്ലോ. ഈ 3യും പരസ്പരം ക്യാൻസലായിപ്പോയി. ബാക്കി മുകളിൽ ന്യൂമറേറ്ററായിട്ട് 3 ഉണ്ട്, ഡിനോമിനേറ്ററായിട്ട് 2 ഉണ്ട്. അപ്പോൾ 3/2 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ 9/6 ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 3/2. ഇനി ഈ 3/2നെ നമുക്ക് ഇതിപ്പം എന്താണ്, ഒരു നോർമൽ ഫ്രാക്ഷനാണ്. അതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് മാറ്റണം. അപ്പം ഈ 3/2നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. 3/2 അല്ലേ? അപ്പോൾ 3/2 ആണല്ലോ. 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 2 × 1 2, 2 × 2 4. അപ്പോൾ 2 × 1 2 അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 × 2 എത്രയാണ്? 2. 3 - 2 എത്രയാണ് വരും? 1 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ നമ്മുടെ കോഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹരണബലം അതായത് എഴുതുക 1. ഇനി നമ്മുടെ ഡിനോമിനേറ്റർ 2, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇവിടെയും 2 തന്നെയാണ്, അത് അതേപോലെ എഴുതുക 2. ഇനി നമ്മുടെ റിമൈൻഡർ നമ്മൾ മുകളിൽ എഴുതുക. കണ്ടോ? അപ്പോൾ 1 and 1/2 ഇതാണ് നമ്മുടെ ആൻസർ. 3/2നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 and 1/2 എന്നായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? 1 and 1/2 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് 1 and 1/2 ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്. കണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൽ ഹൗ മച്ച് ടൈംസ് എന്ന് കൊടുത്തേക്കണം ആ ഒരു സ്ഥലത്ത്, ഹൗ മച്ച് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ 1 and 1/2 എന്ന് എഴുതിയാൽ മതി. ബാക്കി അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസറായി. എന്താണ്? ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ്. ഹെവിയർ ബാഗിലുള്ള ഷുഗറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 1 and 1/2 ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്. ലൈറ്റർ ബാഗിലുള്ളതിൻ്റെ 1.5 മടങ്ങ് ആണ്. അതാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The weight of sugar in the lighter bag is what part of that in the heavier bag? അപ്പോൾ ഇവിടെ പാർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മുകളിൽ കൊടുക്കാനുള്ളത് സ്മോളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുള്ളൂ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ്. അയ്യോ, ഹെവിയർ ബാഗ് എന്നാണ് കേട്ടോ അവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്താണ്? ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്. അതിൻ്റെ ആൻസർ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് എത്രയാണ്? 6 kilograms. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് എത്രയാണ്? 9 kilograms. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 9. 6 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ നമുക്ക് 6ന് 2 × 3 എന്ന് എഴുതാം. 9ന് 3 × 3 എന്ന് എഴുതാം. 3 ക്യാൻസലായിപ്പോയി. ബാക്കി 2/3 എത്ര വരും? 2/3 എന്ന് വരും. അവിടെ എഴുതിയിട്ടുണ്ട് 6 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ 2/3 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം ആൻസറായിട്ട്? ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് 2/3 പാർട്ട് ഓഫ് ദി ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്. ഹെവിയർ ബാഗിലുള്ളതിൻ്റെ 2/3 ഭാഗം ഷുഗറാണ് ഏതിലുള്ളത്? ലൈറ്റർ ബാഗിലുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. മടങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. ഭാഗമാണെങ്കിൽ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ. മലയാളം മീഡിയംകാർക്കുള്ള നോക്കൂ. വലിയ സഞ്ചിയിലെ പഞ്ചസാരയുടെ അളവ് 9 kilogram. ചെറിയ സഞ്ചിയിലെ പഞ്ചസാരയുടെ അളവ് 6 kilogram. 6 kilogram, 6 kilogram. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന ക്വസ്റ്റ്യൻ. ചെറിയ സഞ്ചിയിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കണം? വലിയ സഞ്ചിയിലുള്ളത് ഡിവൈഡഡ് ബൈ ചെറിയ സഞ്ചിയിലുള്ളത്. അപ്പം 9/6. 9/6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3/2 എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 9/6 ആണല്ലോ ചെയ്യാനുള്ളത്. 9ൻ്റെ നമുക്ക് 3 × 3, ഡൗട്ടില്ലല്ലോ. അടുത്ത 6നെ നമുക്ക് 2 × 3, ഡൗട്ടില്ലല്ലോ. ഈ 3യും പരസ്പരം ക്യാൻസലായിപ്പോയി. ബാക്കി മുകളിൽ ന്യൂമറേറ്ററായിട്ട് 3 ഉണ്ട്, ഡിനോമിനേറ്ററായിട്ട് 2 ഉണ്ട്. അപ്പോൾ 3/2 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ 9/6 ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടും. അപ്പം നമുക്ക് 9/6 ചെയ്തപ്പോൾ 3/2 ചെയ്തു. 3/2 കിട്ടി. ഇനി ഈ 3/2 എന്ന് പറയുന്നത് നോർമൽ ഫ്രാക്ഷനാണ്. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3/2നെ മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3/2 അല്ലേ? അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2 ആണല്ലോ. 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 2 × 1 2, 2 × 2 4. അപ്പോൾ 2 × 1 2 അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 × 2 എത്രയാണ്? 2. 3 - 2
എത്രയാണ് വരും 1 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ നമ്മുടെ കോഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹരണബലം അതായത് എഴുതുക 1. ഇനി നമ്മുടെ ഡിനോമിനേറ്റർ 2, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇവിടെയും 2 തന്നെയാണ്, അത് അതേപോലെ എഴുതുക 2. ഇനി നമ്മുടെ റിമൈൻഡർ നമ്മൾ മുകളിൽ എഴുതുക, കണ്ടോ? അപ്പോൾ 1 and 1/2 ഇതാണ് നമ്മുടെ ആൻസർ. 3/2നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 and 1/2 എന്നായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 1 and 1/2 കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതാം? ചെറിയ സഞ്ചിയിലുള്ളതിൻ്റെ 1.5 മടങ്ങ് പഞ്ചസാര വലിയ സഞ്ചിയിലുണ്ട്. കണ്ടോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വലിയ സഞ്ചിയിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഭാഗമാണ്. ഭാഗം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ചെറിയ തുക അല്ലെങ്കിൽ ചെറിയ സംഖ്യ ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ചെറിയ സഞ്ചിയിലുള്ളത് ഡിവൈഡഡ് ബൈ വലിയ സഞ്ചിയിലുള്ളത്. അപ്പോൾ 6/9 ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ ആൻസർ? വലിയ സഞ്ചിയിലുള്ളതിൻ്റെ 2/3 ഭാഗം പഞ്ചസാര ചെറിയ സഞ്ചിയിലുണ്ട് എന്ന് എഴുതാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ദ വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 6 kilograms. ഒരു അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് 6 kilograms ആണ്. ദ വെയ്റ്റ് ഓഫ് അനദർ ബ്ലോക്ക് ഈസ് 26 kilogram. അതുപോലെ തന്നെ മറ്റൊരു അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് 26 kilograms ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക്. അതായത് ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിൻ്റെ എത്ര ഭാഗമാണ്? വാട്ട് പാർട്ട്. അപ്പോൾ ഇവിടെ പാർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക്. അതായത് വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിൻ്റെ ഹൗ മച്ച് ടൈംസ് എത്ര മടങ്ങാണ്, അതാണ് നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടൈംസ് അല്ലെങ്കിൽ മടങ്ങ്, ഒന്നാമത് കണ്ടുപിടിക്കാനുള്ളത് പാർട്ട് അല്ലെങ്കിൽ ഭാഗം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഓർത്ത് വെച്ചേക്കാം. ടൈംസും പാർട്ടും മടങ്ങും ഭാഗവും കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഇതാണ് ദ വെയ്റ്റ് ഓഫ് ഹെവിയർ അയൺ ബ്ലോക്ക്. നല്ല ഭാരമുള്ള ആ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് എത്രയാണ്? 26 kilogram. ദ വെയ്റ്റ് ഓഫ് ലൈറ്റർ അയൺ ബ്ലോക്ക്, ഭാരം കുറഞ്ഞ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് എത്രയാണ്? 6 kilogram. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക്. ലൈറ്റർ ബ്ലോക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഹെവിയർ ബ്ലോക്കിൻ്റെ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണ്. അപ്പോൾ പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സ്മോളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ ആണ്. അപ്പോൾ നമ്മളിവിടെ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ അയൺ ബ്ലോക്ക് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ അയൺ ബ്ലോക്ക്. അപ്പോൾ എന്താണ്? ലൈറ്റർ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് 6 ഡിവൈഡഡ് ബൈ ഹെവിയർ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് 26. അപ്പോൾ 6/26 എന്ന് വരും. ഇനി നമുക്കിതിനെ പരസ്പരം ക്യാൻസൽ ചെയ്ത് ഷോർട്ടൺ ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതാം? 6/26 ആണല്ലോ. അപ്പം 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 ആണല്ലോ. 26ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 13 ആണ് 26 അല്ലേ. അപ്പോൾ 2 into 13 എന്ന് എഴുതാം. കാരണം 13 into 2 ചെയ്യുമ്പോൾ 3 into 2 6, 1 into 2 2, അപ്പോൾ 26 ആണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 into 13. ഈ 2ഉം പരസ്പരം ക്യാൻസലായിപ്പോയി. ബാക്കി എത്രയുണ്ട്? 3/13. അപ്പോൾ 6/26 എത്രയായി? 3/13 ആയി. ഇനി നമുക്കിതിനെ വേറെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? ദ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ അയൺ ബ്ലോക്ക്. നമുക്ക് ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് തന്നെ അതങ്ങനെ തന്നെ എഴുതാം. ദ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ അയൺ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതണം? വാട്ടിൻ്റെ സ്ഥാനത്ത് 3/13 ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദ ഹെവിയർ അയൺ ബ്ലോക്ക്. മനസ്സിലായോ? അപ്പം അങ്ങനെ അങ്ങ് എഴുതാം. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതേപോലെ അതിൽ വാട്ട് എന്നുള്ള സ്ഥാനത്ത് ഏത് കൊടുക്കണം? 3/13 എന്ന് പറയുന്ന ആ വാല്യൂ കൊടുത്തിട്ട് ബാക്കി അതേപോലെ അങ്ങ് എഴുതിയത് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദി ഹെവിയർ അയൺ ബ്ലോക്ക്. അതായത് ഹെവിയർ അയൺ ബ്ലോക്കിൻ്റെ 3/13 ഭാഗമാണ് ഈ ലൈറ്റർ അയൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ അയൺ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ദി ലൈറ്റർ അയൺ ബ്ലോക്ക്. അതായത് ഈ ഹെവിയർ അയൺ ബ്ലോക്ക്, മറ്റേ ഭാരം കൂടിയ അയൺ ബ്ലോക്ക് എന്ന് പറയുന്നത് ലൈറ്റർ അയൺ ബ്ലോക്കിൻ്റെ എത്ര മടങ്ങാണ്
അപ്പോൾ ഇവിടെ ടൈംസ് അല്ലേ, ടൈംസ് അല്ലെങ്കിൽ മടങ്ങാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈംസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ലാർജർ നമ്പർ 26ഉം സ്മോളർ നമ്പർ 6ഉം ആണ്. അപ്പോൾ എങ്ങനെ വരും? 26 ഡിവൈഡഡ് ബൈ 6. അതിന് മുന്നേ നോക്കിയോളൂ, വെയ്റ്റ് ഓഫ് ദി ഹെവിയർ അയൺ ബ്ലോക്ക് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ അയൺ ബ്ലോക്ക്. അപ്പോൾ ഹെവിയർ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് 26 ആണ്, ഡിവൈഡഡ് ബൈ ലൈറ്റർ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് 6 ആണ്. അപ്പോൾ 26 ഡിവൈഡഡ് ബൈ 6. അത് ചെയ്യുമ്പോൾ എത്ര വരും? 26 ഡിവൈഡഡ് ബൈ 6 ആണല്ലോ. 26നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ എഴുതാം. 2 × 13. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. 2 പരസ്പരം ക്യാൻസലായിപ്പോയി. നേരത്തെ എഴുതിയതിൻ്റെ നേരെ തല തിരിഞ്ഞ് വരും അല്ലേ, 13/3 എന്ന് വരും. ഇനി നമുക്ക് അപ്പോൾ 13/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനാണ്, ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ എവിടെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനാണ്, എവിടെയാണ് നോർമൽ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ ഇട്ടേക്കണേന്ന് അറിയാമോ? ഇവിടെ 13 വലിയ നമ്പരും 3 ചെറിയ നമ്പറുമാണ് ആണല്ലോ. അതായത് ന്യൂമറേറ്റർ വലിയ നമ്പരും ഡിനോമിനേറ്റർ ചെറിയ നമ്പറുമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണത്. മനസ്സിലായോ? അല്ലാതെ ഇപ്പോൾ 3/13 എന്ന് പറയുകയാണെങ്കിൽ അവിടെ ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്ററാണ് വലുത്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടത്, അങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ ഇവിടെ 13/3 അല്ലേ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഈ 13/3നെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 13/3 എങ്ങനെ വരാം? 13/3. 3യുടെ ടേബിൾ പറഞ്ഞു നോക്കണം. 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. അപ്പോൾ 3 × 4 എത്രയാ? 12. 3 - 2 1, 1 - 1 0. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരും. നമുക്കിത് എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? നമ്മുടെ കോഷ്യൻ്റ് ആരാ? 4 എഴുതി. പിന്നെ നമ്മുടെ ഡിനോമിനേറ്റർ, ഇവിടെ ഡിനോമിനേറ്റർ ഇത് തന്നെയാണ്, അത് അതേപോലെ എഴുതി. ഇനി മുകളിൽ ഏതാണ്? നമ്മുടെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം. അപ്പോൾ 4 and 1/3. അപ്പോൾ 13/3നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 and 1/3 എന്ന് വരും. അപ്പം നമുക്ക് എത്ര കിട്ടി? വെയ്റ്റ് ഓഫ് ദി ഹെവിയർ അയൺ ബ്ലോക്ക് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് ദി ലൈറ്റർ അയൺ ബ്ലോക്ക് ചെയ്യുമ്പോൾ 26/6 ചെയ്യുമ്പോൾ 13/3 എന്ന് കിട്ടും. 13/3നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 and 1/3 എന്ന് കിട്ടും. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കിയോളൂ. എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ദ വെയ്റ്റ് ഓഫ് ദി ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ 4 and 1/3 ടൈംസ് ദാറ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇവിടെ ഹൗ മച്ച് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ 4 and 1/3 എന്ന് അങ്ങ് എഴുതിയാൽ മതി. ബാക്കി ആ ക്വസ്റ്റ്യനിലുള്ളത് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. മടങ്ങ് വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ, ഭാഗം ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ. ഓർത്ത് വെച്ചേക്കുക. മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കിയോളൂ. ചെറിയ ഇരുമ്പ് കട്ടയുടെ ഭാരം 26 കിലോഗ്രാം. വലിയ ഇരുമ്പ് കട്ടയുടെ ഭാരം 6 കിലോഗ്രാം. ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ അവിടെ ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറുത് വലുത് അല്ലേ. ഇപ്പോൾ ചെറിയ കട്ടയുടെ ഭാരം ഡിവൈഡഡ് ബൈ വലിയ കട്ടയുടെ ഭാരം. ചെറുത് 6, ചെറിയ കട്ടയുടെ ഭാരം എത്രയാണ്? 6. 6 വലിയ കട്ടയുടെ ഭാരം 26. അപ്പോൾ 6/26 അത് തമ്മിൽ പരസ്പരം ക്യാൻസലായി പോകുമ്പോൾ 3/13 എന്ന് വരും. 6/26 ആണല്ലോ. അപ്പം 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 ആണല്ലോ. 26ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 13 ആണ് 26 അല്ലേ. അപ്പോൾ 2 × 13 എന്ന് എഴുതാം. കാരണം 13 × 2 ചെയ്യുമ്പോൾ 3 × 2 6, 1 × 2 2, അപ്പോൾ 26 ആണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 × 13. ഈ 2ഉം പരസ്പരം ക്യാൻസലായിപ്പോയി. ബാക്കി എത്രയുണ്ട്? 3/13. അപ്പോൾ 6/26 എത്രയായി? 3/13 ആയി. ഇനി നമുക്കിതിനെ വേറെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിൻ്റെ 3/13 ഭാഗമാണ് എന്നെഴുതാം. ഇനി വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിൻ്റെ എത്ര മടങ്ങാണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? മടങ്ങാണ് കണ്ടുപിടിക്കാനുള്ളത്. മടങ്ങ് കണ്ടുപിടിക്കാൻ വലുത് ഡിവൈഡഡ് ബൈ ചെറുത്, അതാണല്ലോ ഇക്വേഷൻ. അപ്പം വലിയ കട്ടയുടെ ഭാരം ഡിവൈഡഡ് ബൈ ചെറിയ കട്ടയുടെ ഭാരം. വലിയ കട്ടയുടെ ഭാരം എത്രയാണ്? 26 ഡിവൈഡഡ് ബൈ ചെറിയ കട്ടയുടെ ഭാരം 6. അത് പരസ്പരം നമ്മൾ ക്യാൻസൽ ചെയ്ത് ഷോർട്ട് ആൻഡ് ഫോമിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? 26 ഡിവൈഡഡ് ബൈ 6 ആണല്ലോ. 26നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ എഴുതാം. 2 × 13. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. 2 പരസ്പരം ക്യാൻസലായിപ്പോയി. നേരത്തെ എഴുതിയതിൻ്റെ നേരെ തല തിരിഞ്ഞ് വരും അല്ലേ. 13/3 എന്ന് വരും. ഇനി നമുക്ക്
അപ്പോൾ 13/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനാണ്, ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ എവിടെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനാണ്, എവിടെയാണ് നോർമൽ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ ഇട്ടേക്കണേന്ന് അറിയാമോ? ഇവിടെ 13 വലിയ നമ്പരും 3 ചെറിയ നമ്പറുമാണ് ആണല്ലോ. അതായത് ന്യൂമറേറ്റർ വലിയ നമ്പരും ഡിനോമിനേറ്റർ ചെറിയ നമ്പറുമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണത്. മനസ്സിലായോ? അല്ലാത്ത ഇപ്പോൾ 3/13 എന്ന് പറയണമെങ്കിൽ അവിടെ ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്ററാണ് വലുത്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടത്, അങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ ഇവിടെ 13/3 അല്ലേ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഈ 13/3നെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 13/3 എങ്ങനെ വരാം? 13/3. 3യുടെ ടേബിൾ പറഞ്ഞു നോക്കണം. 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. അപ്പോൾ 3 × 4 എത്രയാ? 12. 3 - 2 1, 1 - 1 0. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരും. നമുക്കിത് എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? നമ്മുടെ കോഷ്യൻ്റ് ആരാ? 4 എഴുതി. പിന്നെ നമ്മുടെ ഡിനോമിനേറ്റർ, ഇവിടെ ഡിനോമിനേറ്റർ ഇത് തന്നെയാണ്, അത് അതേപോലെ എഴുതി. ഇനി മുകളിൽ ഏതാണ്? നമ്മുടെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം. അപ്പോൾ 4 and 1/3. അപ്പോൾ 13/3നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 and 1/3 എന്ന് വരും. അപ്പോൾ നമുക്ക് 4 and 1/3 കിട്ടി. അപ്പോൾ വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിൻ്റെ 4 3/1 മടങ്ങാണ്. 4 3/1 മടങ്ങാണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ ലെങ്ത് ഓഫ് റിബൺ ഈസ് 2 and 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് എ സ്മോളർ റിബൺ. ഒരു റിബൻ്റെ നീളം മറ്റൊരു ചെറിയ റിബൻ്റെ നീളത്തിൻ്റെ 2/3 മടങ്ങാണ്. അപ്പോൾ ഇവിടെ ടൈംസ് അല്ലെങ്കിൽ മടങ്ങാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. നേരത്തെയൊക്കെ തന്ന ക്വസ്റ്റ്യനിലായിരുന്നെങ്കിൽ വലുതിൻ്റെ നീളം എത്ര, ചെറുതിൻ്റെ നീളം എത്ര, അങ്ങനെയാണെങ്കിൽ അവയുടെ ടൈംസ് അല്ലെങ്കിൽ മടങ്ങ് കണ്ടുപിടിക്കണം, പാർട്ട് അല്ലെങ്കിൽ ഭാഗം കണ്ടുപിടിക്കണം. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ക്വസ്റ്റ്യൻ മാറി. എങ്ങനെയാണ്? ഇവിടെ മടങ്ങ് അല്ലെങ്കിൽ ടൈംസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഭാഗം അല്ലെങ്കിൽ പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടൈംസ് കണ്ടുപിടിക്കണമെങ്കിൽ ടൈംസിൻ്റെ ഒരു ഇക്വേഷൻ എന്താണ്? മടങ്ങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈംസ് എന്ന് പറയുന്നത് ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ, അല്ലെങ്കിൽ മടങ്ങ് എന്ന് പറയുന്നത് വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. ഇത് ഓർത്ത് വച്ചേക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കിയുള്ളൂ. 2 and 2/3 ടൈംസ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. 2 and 2/3 ടൈംസ് എന്നാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ ഈ 2 and 2/3. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 and 2/3നെ നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 8/3 എന്ന് കിട്ടും. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് തന്നിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ എത്രയാണ്? 2 and 2/3 ആണല്ലോ. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 2 × 3 എന്നിട്ട് ഇതിനെ പ്ലസ് ചെയ്യണം. അപ്പോൾ +2 കണ്ടോ. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് നമ്മുടെ ഡിനോമിനേറ്റർ 3, അത് അതേപോലെ കൊടുക്കണം. കണ്ടോ. അപ്പം നോക്കൂ 2 × 3 എത്രയാണ്? 2 × 3 6. 6 + 2 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8 വരും. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 3, ഈ ബൈ 3 അതേപോലെ കൊടുക്കണം. അപ്പം 2 and 2/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8/3. അപ്പോൾ അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. 2 and 2/3 ടൈംസ് മീൻസ് 8/3. 2 and 2/3 ടൈംസ് എന്ന് വെച്ചാൽ എത്രയാണ്? 8/3 ടൈംസ് എന്നാണതാണ്. അപ്പോൾ സോ വി ക്യാൻ സേ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി ലാർജർ റിബൺ ഈസ് 8/3 ടൈംസ് ദ ലെങ്ത് ഓഫ് ദി സ്മോളർ റിബൺ. ഈ ചെറിയ റിബണിൻ്റെ 8/3 മടങ്ങ് വലുതാണ് ഏത്? ലാർജർ റിബൺ. വലിയ റിബൺ എന്ന് പറയുന്നത് ചെറിയ റിബണിൻ്റെ 8/3 മടങ്ങാണ്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കിട്ടി അല്ലേ. മടങ്ങ് അല്ലെങ്കിൽ ടൈംസ് എത്രയാണെന്നുള്ളത് കിട്ടി. 8/3 ടൈംസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയുള്ളൂ, നമുക്ക് ഇപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കി തരാം. അതായത് ടൈംസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 8/3 ആണല്ലോ. ടൈംസ് എന്ന് പറയുന്നത് 8/3 എന്നാണ് നമുക്ക് കിട്ടിയത് ആണല്ലോ. അതായത് നമുക്കറിയാം ടൈംസ് എന്ന് പറയുമ്പോൾ ലാർജ് ഡിവൈഡഡ് ബൈ സ്മോൾ അല്ലേ. ലാർജിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പറാണ്, അതായത് 8/3. അപ്പോൾ ഇവിടെ ലാർജ് റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ് ആണല്ലോ. കറക്റ്റ് ലെങ്ത് അല്ല, ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8 ആണ് ലാർജ് റിബൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 8 എന്ന്
അസ്യൂം ചെയ്യണം. ഇനി സ്മോൾ റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ 3 എന്ന് അസ്യൂം ചെയ്യണം ആണല്ലോ. അപ്പം നമുക്കിനി പാർട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ലാർജ് റിബണിൻ്റെ വാല്യൂവും സ്മോളർ റിബണിൻ്റെ വാല്യൂവും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് പാർട്ട് കണ്ടുപിടിച്ചൂടെ? പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യാനുള്ളത്? സ്മോളർ വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജർ വാല്യൂ ആണ്. ഇവിടുത്തെ സ്മോളർ വാല്യൂ 3 ആണ്, ലാർജർ വാല്യൂ 8 ആണ്. അപ്പോൾ 3/8 ആയിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാനുള്ളത് നോക്കാം. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ലാർജ് റിബൺ ഇസ് ദ ലെങ്ത് ഓഫ് ദി സ്മാളർ റിബൺ? അങ്ങനെയാണെങ്കിൽ സ്മാളർ റിബണിൻ്റെ ലെങ്തിൻ്റെ എത്ര പാർട്ടാണ് ലാർജർ റിബണിൻ്റെ ലെങ്ത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് പാർട്ട് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ലാർജർ റിബൺ? ലാർജർ റിബണിൻ്റെ എത്ര പാർട്ടാണ്, ലെങ്തിൻ്റെ എത്ര പാർട്ടാണ് ഇസ് ദ ലെങ്ത് ഓഫ് ദി സ്മാളർ റിബൺ? സ്മാളർ റിബണിൻ്റെ ലെങ്ത് അതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? പാർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? സ്മാളർ ഡിവൈഡഡ് ബൈ ലാർജർ അല്ലേ? അപ്പോൾ സ്മാളർ റിബണിൻ്റെ ലെങ്ത് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ ലാർജർ റിബണിൻ്റെ ലെങ്ത് 8 ആണല്ലോ. അപ്പോൾ 3/8 എന്ന് വരും. ഇനി നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും ഒന്നുമില്ല. അപ്പോൾ 3 ന്യൂമറേറ്റർ ഇവിടെ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് മിക്സഡ് ഫ്രാക്ഷനിലോട്ടും കൺവേർട്ട് ചെയ്യണ്ട. 3/8 എന്ന് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 3/8. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ദ ലെങ്ത് ഓഫ് ദി സ്മോളർ റിബൺ ഈസ് 3/8 പാർട്ട് ഓഫ് ദി ലാർജർ റിബൺ. അതായത് സ്മോളർ റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലാർജർ റിബണിൻ്റെ ലെങ്തിൻ്റെ 3/8 പാർട്ടാണ്, 3/8 പാർട്ടാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളതേ. അപ്പോൾ നമുക്കറിയാം മടങ്ങ് വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യയാണ്. അപ്പം 2/2/3 മടങ്ങ് എന്നാൽ 8/3 എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ വലിയ റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? ചെറിയ റിബണിൻ്റെ നീളത്തിൻ്റെ 8/3 മടങ്ങാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ വലിയ റിബണിൻ്റെ നീളത്തിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ റിബണിൻ്റെ നീളം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ചെറിയ റിബണിൻ്റെ നീളം ഡിവൈഡഡ് ബൈ വലിയ റിബണിൻ്റെ നീളം. അപ്പോൾ 3/8. അപ്പോൾ ചെറിയ റിബണിൻ്റെ നീളം വലിയ റിബണിൻ്റെ നീളത്തിൻ്റെ 3/8 ഭാഗമാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 64-ാമത്തെ പേജിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും കംപ്ലീറ്റ് നോട്ട്സും ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ലിങ്കിൽ കയറി നമ്മുടെ വീഡിയോസ് കാണാവുന്നതാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.